ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 3 ടോപ്പിക് കൂടിയാണ് ഞാൻ പെൻഡിങ് കിടക്കുന്നത്. ഒന്ന് ബൂട്ട് ലോഡർ എന്ന് പറയുന്ന ടോപ്പിക് വരുന്നുണ്ട്, പിന്നെ ഡിസ്ക് ഫോർമാറ്റിംഗ് വരുന്നുണ്ട്, പാർട്ടീഷനിങ് വരുന്നുണ്ട്, ഡിസ്ക് ഡീഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് കൂടെയാണ് ആ ഒരു മൊഡ്യൂളിനകത്ത് നമുക്ക് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ബൂട്ട് ലോഡർ എന്താണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ബൂട്ടിംഗ് പ്രോസസ്സ് മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ തന്നെ സിസ്റ്റം ഓൺ ആക്കുന്ന സമയത്ത് ആദ്യം വർക്ക് ചെയ്യുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോസ് നമ്മുടെ ഈ പറയുന്ന ഹാർഡ്വെയർ എല്ലാം കറക്റ്റ് ആണെന്ന് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യും. ദെൻ അത് കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഫോർവേഡ് സെൽഫ് ടെസ്റ്റ് ആണ് ആദ്യം നടക്കുക. അത് കഴിഞ്ഞിട്ട് മീനിങ് എന്താ വെച്ചാൽ ഹാർഡ്വെയർ എല്ലാം പ്രോപ്പർ ആണോ ചെക്ക് ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, OS ലോഡ് ചെയ്യേണ്ടത് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ OS ലോഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ OS ലോഡ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഇടയ്ക്ക് ഇരിക്കുന്ന ഒരു പ്രോഗ്രാമിന് പറയുന്നവരാണ് ഈ പറയുന്നത് ബൂട്ട് ലോഡർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ലോഡർ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ സെക്കൻഡറി മെമ്മറിയിൽ എന്തെങ്കിലും ഒരു കണ്ടന്റിനെ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രൊസീജിയറിനെ പറഞ്ഞു പറയുന്നത് ലോഡ് ചെയ്യാന്ന് പറയാം. അപ്പൊ ഇത് നമ്മുടെ എന്താണ് OS ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് എന്താ പറയാ ബൂട്ട് ലോഡിംഗ് എന്ന് പറയാം. അപ്പൊ അത് ചെയ്യുന്ന ഒരു കുഞ്ഞു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിനെ പറയുന്നവരാണ് ബൂട്ട് ലോഡർ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് എന്റെ ഡീറ്റെയിലേക്ക് പോവാം. അപ്പം ബൂട്ട് ലോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം തന്നെയാണ്, ഓർത്ത് വെച്ചിട്ട് അതൊരു പ്രോഗ്രാം തന്നെയാണ്. ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ആക്ച്വലി ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, വൺസ് ദ ബൂട്ട് മാനേജർ ഹാസ് ഫിനിഷ്ഡ് ഇറ്റ്സ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒറിജിനൽ OSനെ മീൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യാനായിട്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു പ്രോഗ്രാം തന്നെയാണ്, അപ്പൊ ആ ഒരു പ്രോഗ്രാമിനെ ലോഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ഈ പറയുന്നത് ബൂട്ട് ലോഡർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇനി ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോഡിംഗ് ദ കേണൽ ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോർ പാർട്ടിനെ നമ്മൾ പറയുന്നവരാണ് ഈ പറയുന്നത് കേണൽ എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ആ ഒരു കേണലിനെ ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് തന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യുന്ന ഡ്യൂട്ടി ആർക്കുണ്ടായിരിക്കുക, ഈ പറയുന്നത് തന്നെ ബൂട്ട് ലോഡറിനുണ്ടാകും. അപ്പൊ അതിന്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്. Following are a series of tasks that typically bootloader is expected to perform. അപ്പോൾ ബൂട്ട് ലോഡർ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതെന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഫസ്റ്റ് വണ്ണായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡിംഗ് ആൻഡ് പാഴ്സിംഗ് ബൂട്ട് കോൺഫിഗറേഷൻ പ്ലാൻ. അപ്പം നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന നിനക്ക് എന്താണ് ഏത് രീതിയിലാണ് ബൂട്ട് ചെയ്യേണ്ടത്, മീനിങ് എന്താണ്, ഏത് സിസ്റ്റം ഏത് മൾട്ടിപ്പിൾ ഡിവൈസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതിൽ നിന്നാണ് നിങ്ങൾക്ക് ബൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഒരു കോൺഫിഗറേഷൻ ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, പാഴ്സ് ചെയ്തെടുക്കുക. പാഴ്സ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് മനസ്സിലാക്കുന്നതിന് നമ്മൾ നോർമലി എന്താ പറയുക പാഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡിംഗ് ആൻഡ് ഇനിഷ്യലൈസിംഗ് OS കേണൽ. OSന്റെ കോർ പാർട്ടിനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് കേണൽ എന്ന് പറയാം. അപ്പൊ ആ കേണൽ പാർട്ടിനെ ലോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരും. മെയിൻ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ RAM ആണ്. ആ റാമിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ലോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പറഞ്ഞെങ്കിൽ ലോഡിംഗ് ആൻഡ് ഇനിഷ്യലൈസിംഗ് OS കേണൽ ഇൻടു മെയിൻ മെമ്മറി എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ എന്താണ് നമ്മൾ കേണൽ മാത്രം കൊണ്ടുവന്നാൽ പോരാ, എന്താണ് സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള അതർ കമ്പോണൻസ്, മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവറുകളൊക്കെ വരുമല്ലോ, നെറ്റ്വർക്കിന്റെ ഡ്രൈവർ വരും, ബ്ലൂടൂത്തിന്റെ ഡ്രൈവർ, അതിനൊക്കെ തന്നെ എന്താണ് മറ്റ് അതർ ഡ്രൈവറുകൾ ഉണ്ടെങ്കിൽ ആ ഡ്രൈവറുകളെല്ലാം ലോഡ് ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടി തന്നെയാണ്, ഈ പറയുന്നത് തന്നെ ബൂട്ട് ലോഡറിന്റെ ഡ്യൂട്ടിയാണ്. ഇനി അതേ തന്നെ എന്താണ് ഈ പറയുന്നത് തന്നെ കേണലിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഡ്യൂട്ടി തന്നെയാണ്, ഈ പറയുന്ന ബൂട്ട് ലോഡറിന്റെ ഡ്യൂട്ടി തന്നെ. ഓക്കെ, അപ്പം OS കയറുന്നതിന് മുന്നേ മെയിൻ മെമ്മറിയിൽ കയറുന്ന പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് എന്താ പറയുക ബൂട്ട് ലോഡർ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു പ്രോഗ്രാം തന്നെയാണ്. അതിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ OSനെ ലോഡ് ചെയ്യുന്നയാളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സിസ്റ്റത്തിനകത്ത് എന്ത് വേണം, ബൂട്ട് ലോഡർ വേണം. ആ ബൂട്ട് ലോഡറാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് OSനെ നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക്, സിസ്റ്റം മീൻസ് നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുക. ആ മെയിൻ മെമ്മറിയിൽ വരുന്ന OSന്റെ പാർട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൊസീജിയർ പറയാം. അപ്പൊ നമ്മളൊരു സിസ്റ്റം പവർ ഓൺ ചെയ്യാൻ നിർത്തുക, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, റോം കോഡ് നമുക്ക് അതിനകത്തേക്ക് ലോഡാകും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ബയോസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യും, പവർ ഓൺ സെൽഫ് ടെസ്റ്റ് അങ്ങനെയുള്ള പ്രൊസീജിയറുകളെല്ലാം എന്ത് ചെയ്യും, വർക്ക്ഔട്ട് ചെയ്യും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നേരെ ബൂട്ടിംഗ് ഡിവൈസിലേക്കായിരിക്കും പോകുന്നത്. അത് ചെയ്യുന്നത് ബൂട്ട് മാനേജറാണ് ചെയ്യുന്നത്. അപ്പൊ ബൂട്ടിംഗ് ഡിവൈസ് ഏതാണെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് മൾട്ടിപ്പിൾ ഡ്രൈവർ ഈ പറയുന്ന ഹാർഡ് ഡിസ്കുകൾ ഒന്നിൽ കൂടുതൽ കാണാം. അപ്പൊ ആദ്യത്തെ തന്നെ നമ്മൾ HDD0 എന്ന് പറയും, അടുത്ത തന്നെ HDD1 എന്ന് പറയും. ദെൻ ചിലപ്പോൾ നമ്മുടെ USB ആയിരിക്കും നമ്മളുടെ എന്ന് പറയുന്നത് ഈ പറയുന്ന ബൂട്ടിംഗ് ഡിവൈസ് എന്ന് പറയാം. അപ്പൊ ആ ബൂട്ടിംഗ് ഡിവൈസ് എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ആ ബൂട്ടിംഗ് ഡിവൈസിനകത്ത് ആദ്യത്തെ ഒരു 512 ബൈറ്റ്സിനകത്താണ് ആരിയിരിക്കുന്നത്, ഈ പറയുന്ന ബൂട്ട് ലോഡർ ഇരിക്കുന്നത്. ഓക്കെ, ആ ബൂട്ട് ലോഡറിനെ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരും. ആ ബൂട്ട് ലോഡർ എന്താണെന്ന് വെച്ചാൽ കേണലിനെ ലോഡ് ചെയ്യുന്നു, അതിനൊക്കെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ത് ചെയ്ത് കൊടുക്കുന്നു, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇതാണ് എന്താ പറയുക ഒരു ബൂട്ടിങ്ങിന്റെ നോർമൽ പ്രൊസീജിയർ എന്ന് പറയാം. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, പവർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്, സിസ്റ്റം പവർ ഓൺ ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബയോസ് റോമിനകത്തിരിക്കുന്ന ബയോസിന്റെ കോഡ് കാണും. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് അങ്ങനെയുള്ള ബേസിക് പ്രൊസീജിയറുകൾ എന്ത് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബൂട്ട് മാനേജർ എന്ന് പറഞ്ഞാൽ ബൂട്ടിംഗ് ഡിവൈസ് ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ബൂട്ടിംഗ് ഡിവൈസിനകത്ത് ഫസ്റ്റ് 512 ബൈറ്റ്സ് ആണ് എന്താന്ന് പറയുന്നത് ഈ പറയുന്ന ബൂട്ട് ലോഡർ എന്ന് പറയുന്ന പ്രോഗ്രാം വരിക. ഓക്കെ, ആ ബൂട്ട് ലോഡർ എന്ന് പറയുന്ന പ്രോഗ്രാം
എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവനാണ് OSനകത്തുനിന്ന് എന്ത് ചെയ്യുന്നു, OSനെ എന്ത് ചെയ്യുന്നു, ലോഡ് ചെയ്ത് കയറ്റുക. കേണൽ എന്ന് പറഞ്ഞാലും അത് OS തന്നെയാണ്. OSനെ ലോഡ് ചെയ്ത് കയറ്റും. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന OS വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ സിസ്റ്റം ഡ്രൈവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലോഡ് ചെയ്ത് കിട്ടുന്നത് ആര് തന്നെയാണ്, ഈ പറഞ്ഞ നമ്മുടെ ബൂട്ട് ലോഡർ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബ്രിങ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽ and all the kernel needs to bootstrap into main memory from flash memory, network or another type of non-volatile storage. എന്ന് പറഞ്ഞാൽ OS എവിടെയാണോ ഇരിക്കുന്നത് ആ OSനെ ലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൊവൈഡ് ദ kernel വിത്ത് ഇൻഫർമേഷൻ ഇറ്റ് നീഡ്സ് ടു വർക്ക് കറക്റ്റ്ലി. അതിനൊക്കെ എന്താണ് ഈ പറഞ്ഞതിനൊക്കെ തന്നെ നമ്മൾ ഏതെങ്കിലും എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ പറഞ്ഞ ആ സമയത്ത് ഏതെങ്കിലും ഒരു ഹാർഡ്വെയറിനൊക്കെയും സെറ്റപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെ തന്നെ ഇനിഷ്യലൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ആര് തന്നെയായിരിക്കും ചെയ്യുന്നത്, ബൂട്ട് ലോഡർ തന്നെയായിരിക്കും ചെയ്യുന്നത്. ദെൻ അതേക്ക് തന്നെ കേണൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, മീനിങ് എന്താണെന്ന് വെച്ചാൽ അതിനാവശ്യമായിട്ടുള്ള മെമ്മറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്താണ് ഈ പറയുന്ന ബൂട്ട് ലോഡർ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ലൈഫ് സൈക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ലൈഫ് സൈക്കിൾ. ഫസ്റ്റ് കൊണ്ട് എന്താണ്, ഇനിഷ്യലൈസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വെരിഫിക്കേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ലോഡിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് എക്സിക്യൂഷൻ. ഇങ്ങനെയാണ് ഒരു ബൂട്ട് ലോഡർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇനിഷ്യലൈസേഷൻ ആണ്. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബൂട്ട് ലോഡർ സ്റ്റാർട്ട്സ് ബൈ ഇനിഷ്യലൈസിംഗ് ദ ഹാർഡ്വെയർ കമ്പോണൻസ് ഓഫ് ദ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ബൂട്ട് ലോഡർ ആണെന്ന് എന്ത് ചെയ്യണം, ഈ പറയുന്നതൊക്കെ തന്നെ ബൂട്ടിങ് എവിടെ നിന്നാണോ ചെയ്യേണ്ടത്, ആ പർട്ടിക്കുലർ ഡിവൈസിന്റെ ഈ പറയുന്ന എന്താണ് ഡിവൈസിനകത്തുനിന്ന് ആ ബൂട്ടിങ് OS ഏതാണോ അതിനെ ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, ഇനിഷ്യലൈസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിനെ ഇനിഷ്യലൈസ് ചെയ്തെടുക്കുക. അപ്പം നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെ മൾട്ടിപ്പിൾ OSകളൊക്കെ ചില സമയത്ത് സ്റ്റോർ ചെയ്യും. അപ്പൊ അതിനകത്ത് ഒരു പാർട്ടീഷൻ മാത്രമായിരിക്കും നമുക്ക് ആക്റ്റീവ് പാർട്ടീഷൻ വരിക. അപ്പൊ ആക്റ്റീവ് പാർട്ടീഷൻ ഐഡന്റിഫൈ ചെയ്ത് അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ പറയുന്ന പാർട്ടുകൾ ലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇനിഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വെരിഫൈസ് ദ ഇന്റഗ്രിറ്റി ആൻഡ് ഒതന്റിസിറ്റി ഓഫ് ദ ഫേംവെയർ ബിഫോർ ലോഡിങ്. അപ്പം ഇത് ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ എന്താണ്, നമ്മുടെ ഡിവൈസ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണോ അങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റഗ്രിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നത് എന്താണ്, അതാണ് വെരിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വെരിഫിക്കേഷൻ സക്സസ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിവൈസിൽ നിന്ന് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ റാമിനകത്തേക്ക് എന്ത് ചെയ്യും, ലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന റാമിനകത്ത് OS ലോഡ് ചെയ്യുന്നു. അപ്പൊ ആ ലോഡ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് എക്സിക്യൂഷൻ എന്നുള്ള ഒരു സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സിസ്റ്റംസ് ഉണ്ടല്ലോ, മീൻസ് നമ്മുടെ വിൻഡോസ് സിസ്റ്റംസിനകത്ത്. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് ബൂട്ട് ലോഡർ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആദ്യം എന്തായിരിക്കും, ഈ പറയുന്ന ബയോസിനെ റോമിൽ നിന്ന് ലോഡ് ചെയ്തെടുക്കുന്നു. അവരെന്ത് ചെയ്യും, ഈ പറയുന്ന കണക്ക് തന്നെ നമ്മുടെ ഹാർഡ്വെയർ ഡിവൈസിലെല്ലാം പ്രോപ്പർ ആണോ അങ്ങനെയുള്ള ഒരു ഇനിഷ്യൽ സെറ്റപ്പുകളെല്ലാം അല്ലെങ്കിൽ ചെക്കിങ് ക്രോസ് ചെക്കിങ്ങൊക്കെ ആരായിരിക്കും ചെയ്യുന്നത്, ഈ പറയുന്ന തന്നെ ബയോസ് ആയിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ലെവല് ബൂട്ട് ലോഡർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ലെവലിൽ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേജ് 1 ബൂട്ട് ലോഡർ എന്ന് പറയും. സെക്കൻഡ് ലെവലിൽ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേജ് 2 ബൂട്ട് ലോഡർ എന്ന് പറയും. ഓക്കെ, അപ്പം ഇതെങ്ങനെയാ വർക്ക്ഔട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ 2 ലെവൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഏതാണോ ഈ പറയുന്ന എന്താണ് ബൂട്ടിംഗ് ഡിവൈസ് ആയിട്ട് വരുന്നത്, അപ്പൊ അതിന്റെ ആദ്യത്തെ 512 ബൈറ്റ്സിലായിരിക്കും നമ്മുടെ ഈ പറയുന്ന സ്റ്റേജ് 1 ബൂട്ട് ലോഡർ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ലെവലിൽ ലോഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ പ്രൊസീജിയറും എന്ത് ചെയ്യുക, ഈ പറയുന്ന തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്നുള്ളതാണ് ആരും കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഈ പറയുന്ന തന്നെ ലെവൽ 1 കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, സ്റ്റേജ് 1 കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് പ്രോഗ്രാം ഗെറ്റ്സ് എക്സിക്യൂട്ടഡ് ബൈ ദ CPU ആഫ്റ്റർ റീസെറ്റ് ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ബേസിക് ഹാർഡ്വെയർ ഇനിഷ്യലൈസേഷൻ ആൻഡ് ലോഡിംഗ് സ്മാൾ പീസ് ഓഫ് കോഡ് ഫ്രം ദ നോൺ വോളറ്റൈൽ സ്റ്റോറേജ്. അപ്പൊ ആ ഒരു സ്മാൾ പീസ് ഓഫ് കോഡിനെ നമ്മൾ പറയുന്ന പേരാണെന്ന് പറയുന്നത് സ്റ്റേജ് 1 എന്ന് പറയാം. സ്റ്റേജ് 1 ബൂട്ട് ലോഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ പറയുന്ന ബൂട്ടിംഗ് ഡിവൈസിന്റെ ഫസ്റ്റ് 512 ബൈറ്റ്സിലായിരിക്കും ആയിരിക്കുന്നത് സ്റ്റേജ് 1 ബൂട്ട് ലോഡർ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കോഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈസ് യൂഷ്വലി ഫസ്റ്റ് സ്റ്റേജ് ബൂട്ട് ലോഡർ വിച്ച് വിൽ ലോഡ് ദ ഫുൾ ബൂട്ട് ലോഡർ ഇറ്റ്സെൽഫ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 ബൂട്ട് ലോഡർ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എന്താ പറഞ്ഞാൽ ഫസ്റ്റ് ബൂട്ട് ലോഡറിന്റെ ഡ്യൂട്ടിയാണ് സെക്കൻഡ് ബൂട്ട് ലോഡറിനെ ലോഡ് ചെയ്യുക. ആ സെക്കൻഡ് ബൂട്ട് ലോഡർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കേർണലിനെ ലോഡ് ചെയ്ത് വെക്കുക. അങ്ങനെ 2 കോൺഫിഗറേഷൻസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ബൂട്ട് ലോഡറിനെ സെറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റേജ് 1ഉം സ്റ്റേജ് 2. ഇനി അതിപ്പം നമ്മൾ വിൻഡോസ് സിസ്റ്റത്തിന്റെ കേസിലാണ് പറഞ്ഞിരിക്കുന്നത്. ലിനക്സ് സിസ്റ്റം ആകുമ്പോഴത്തേക്ക് അതിന്റെ വേറൊരു വർക്കിംഗ് കോൺസെപ്റ്റ് ആണ് വരുന്നത്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനകത്തും എന്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ബൂട്ട് 1 ലോഡർ, അതിനൊക്കെ തന്നെ ബൂട്ട് 2 ലോഡർ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ബൂട്ട് 1 ലോഡർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താണ് സ്റ്റേജ് 2 ലോഡറിനെ ബൂട്ട് ലോഡറിനെ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ സമയത്ത് ജനറേറ്റ് ചെയ്ത് വരുന്നിരിക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണ് നമ്മൾ ഗ്രബ് എന്ന് പറയും. അപ്പൊ ഗ്രബ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ OSകൾ ഉണ്ടെങ്കിൽ അതിനെ ലോഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ആ സമയത്ത് യൂസ് ചെയ്യുന്നതാണ് എന്താണ് പറയുന്നത് ഗ്രബ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾ ഏത് OS ആണോ ചൂസ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിനക്സ് ആണെങ്കിൽ ആ ലിനക്സിന്റെ OSനെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന സ്റ്റേജ് 2 ബൂട്ട് ലോഡർ എന്ത് ചെയ്ത് വെക്കും, ഈ പറയുന്നത് തന്നെ ലോഡ് ചെയ്ത് കയറ്റും. ലോഡ് ചെയ്ത് കയറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
മെയിൻ മെമ്മറിയിലേക്ക് അതിനെ കൊണ്ടുവരുന്നതിനാണ് എന്താ പറയുക, ലോഡ് ചെയ്യാന്ന് പറയാം. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ യൂസറിന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ ഒരു എൻവയോൺമെന്റ് നമ്മൾ പറയുന്ന പേരാണ് യൂസർ സ്പേസ് എന്ന് പറയുക. അതിനെ ഇനിഷ്യലൈസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് കൊടുത്തിരിക്കുന്നത്, ഇനിറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഗ്രബ് ഏത് കാറ്റഗറിയിലാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് സ്റ്റേജ് 2 ബൂട്ട് ലോഡർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഈ പറയുന്നതിനെ ഗ്രബ് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതാണ് നമ്മൾ അതിന്റെ ഒരു വർക്കിംഗ് കോൺസെപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഡിവൈസിന്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ 512 ബൈറ്റ്സിലാണ് നമ്മുടെ ആരിയിരിക്കുന്നത്, ബൂട്ട് ലോഡർ ഇരിക്കുന്നത്. ഓക്കെ, ആ ബൂട്ട് ലോഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ പാർട്ടീഷൻ ടേബിൾ ആണ്. അപ്പൊ ഏതൊക്കെയാണ് പാർട്ടീഷൻ എന്നുള്ളത്, ആ പാർട്ടീഷൻ എവിടെ മുതൽ എവിടെ വരെയാണ് വരിക, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും പാർട്ടീഷൻ ടേബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ബൂട്ട് ലോഡർ എന്താണെന്ന് വെച്ചാൽ പാർട്ടീഷൻ ടേബിളിനകത്ത് നോക്കിയിട്ട് എവിടെയാണോ നമ്മുടെ ഈ പറയുന്ന ഈ OS ഇരിക്കുന്നത് അത് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ആ ഒരു OSനെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ലോഡ് ചെയ്ത് കയറ്റുന്നു. ദെൻ ഒരു പാർട്ടീഷൻ ടേബിളിന്റെ ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പാർട്ടീഷൻ ഫ്ലാഗ് വരുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പാർട്ടീഷൻ എന്ന് പറയുന്നത് അതൊരു പ്രൈമറി പാർട്ടീഷൻ ആണോ അല്ലെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പ്രൈമറി പാർട്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ OS ഇരിക്കുന്ന പാർട്ടീഷനാണ് നോർമലി നമ്മൾ എന്താ പറയുക, പ്രൈമറി എന്ന് പറയാം. അപ്പം മൾട്ടിപ്പിൾ OSകൾ പല എന്താണ് ഈ പറയുന്നതൊക്കെ തന്നെ പാർട്ടീഷനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഒരാൾ മാത്രമായിരിക്കും എന്തായിട്ട് വരിക, ആക്റ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അതിന് കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ ആ ഒരു പാർട്ടീഷൻ സൈസ് എത്രയാണ്, അപ്പോൾ ഒരു പാർട്ടീഷനെ റിലേറ്റ് ചെയ്ത ഡാറ്റ ആണ് കാണുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് MBR മാസ്റ്റർ ബൂട്ട് റെക്കോർഡിനകത്ത് അതാണ് മൊത്തത്തിൽ 512 ബൈറ്റ്സ് വരിക. അതിനകത്ത് 446 ബൈറ്റ്സ് ആണ് ആക്ച്വലി എന്താന്ന് പറയുന്നത് ബൂട്ട് ലോഡർ എന്ന് പറയുന്നത്. ആ ബൂട്ട് ലോഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടീഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ പാർട്ടീഷനിൽ നിന്നുള്ള OSനെ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നു. ആ OS ആണ് അല്ലെങ്കിൽ അതിന്റെ കേണലാണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പൊ ഇതാണ് ഇനി നമ്മൾ അതിന്റെ ഒരു ഇപ്പൊ നമ്മൾ കണ്ടതൊക്കെ സ്റ്റേജ് 1 ബൂട്ട് ലോഡർ എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ സ്റ്റേജ് 2 ബൂട്ട് ലോഡർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി അത് വന്നിരിക്കുന്നത് ലിനക്സിന്റെ കേണലിനകത്താണ്, അല്ലെങ്കിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, സ്റ്റേജ് 2 ബൂട്ട് ലോഡർ വരിക. അപ്പം അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രബ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ലിനക്സിന്റെ സിസ്റ്റം ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഗ്രബ് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ പറയുന്ന മൾട്ടിപ്പിൾ OSകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താണ് ഗ്രബ് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ എന്താണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ OSനെ സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെ നമ്മൾ ഒരേ സമയം തന്നെ ഉബുണ്ടും അതേ കണക്ക് തന്നെ എന്താണ് വിൻഡോസ് ഒക്കെ ചൂസ് വരുന്ന സമയത്ത് ഈ ഗ്രബിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇവിടെ ഒരു വിൻഡോ വരും. എന്നിട്ട് അതിനകത്ത് എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന ആരോ സിംബൽ വെച്ചിട്ട് എന്ത് മുകളിലും താഴേക്കും പോയിട്ട് ഈ പറയുന്ന എന്താണ് ഏതാണ് നിങ്ങൾക്ക് ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്യേണ്ട OS അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ലോഡ് ചെയ്ത് കയറ്റാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം സ്റ്റേജ് 2 ബൂട്ട് ലോഡറിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ സിസ്റ്റം എന്ത് ചെയ്യുക, ഈ പറയുന്ന ലോഡ് ചെയ്ത് കയറ്റുക. അപ്പം നമ്മൾ വിൻഡോസിന് യൂസ് ചെയ്തിരിക്കുന്ന NTFS എന്ന് പറഞ്ഞൊരു ഫയൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഉബുണ്ടു വരുമ്പോഴത്തേക്ക് അത് EXT ഫയൽ സിസ്റ്റം ആയിട്ട് വരും. EXT2 അല്ലെങ്കിൽ 3 ഫയൽ സിസ്റ്റം ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു പർട്ടിക്കുലർ ഫയൽ സിസ്റ്റം എന്താണോ അതിന് വേണ്ടി വരുന്ന എന്ത് ചെയ്യുക, അതിന് ആ ഒരു കണലിനെ ലോഡ് ചെയ്ത് കയറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. ഈ പറയുന്നത് തന്നെ സ്റ്റേജ് 2 ബൂട്ട് ലോഡർ അവിടെ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ബൂട്ട് ലോഡർ തന്നെ ഒരു 4 ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അപ്പൊ ഓഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നോർമലി പ്രൈമറി ബൂട്ട് ലോഡർ വരുന്നുണ്ട്, സെക്കൻഡറി വരുന്നുണ്ട്, നെറ്റ്വർക്ക് വരുന്നുണ്ട്, കസ്റ്റം ബൂട്ട് ലോഡർ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോർമലി പ്രൈമറി ബൂട്ട് ലോഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് അതിന്റെ യൂസ് കേസ് അല്ലെങ്കിൽ അത് എവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ എംബഡഡ് സിസ്റ്റത്തിന്റെ കേസിലാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഏത് പറഞ്ഞിരിക്കുന്നത്, ഗ്രബ്, യൂബൂട്ട് എന്നുള്ളതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഈ പറയുന്നത് പ്രൈമറി ബൂട്ട് ലോഡറിന് എക്സാമ്പിൾ ആണ്. അത് അതിന്റെ കീ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ലെവൽ ഹാർഡ്വെയർ ആക്സസ് വരുന്ന സമയത്താണ് നോർമലി നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സെക്കൻഡറി ആണ്. ഓക്കെ, അപ്പം അതെന്താണെന്ന് വെച്ചാൽ ലോഡഡ് ബൈ പ്രൈമറി ബൂട്ട് ലോഡർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നേരത്തെ നമുക്ക് പ്രൈമറി ബൂട്ട് ലോഡർ ഉണ്ടായിരുന്നു. ആ പ്രൈമറി ബൂട്ട് ലോഡർ വെച്ചിട്ടായിരിക്കും ആരെ ലോഡ് ചെയ്ത് വെക്കുക, സെക്കൻഡറി ബൂട്ട് ലോഡർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു സ്പെസിഫിക് ഫംഗ്ഷൻസ് കാണാം. അതിന് എക്സാമ്പിൾ ആണ് ഡാസ് യു ബൂട്ടും കോർ ബൂട്ടും എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മോഡുലാർ ആണ്, അതിനൊക്കെ എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ടായിരിക്കും വരിക. ഇനി അടുത്തത് നെറ്റ്വർക്ക് ബൂട്ട് ലോഡർ ആണ്. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ നെറ്റ്വർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ പറയുന്നത് തന്നെ OS ലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആ സമയത്ത് യൂസ് ചെയ്താണ് നെറ്റ്വർക്ക് ബൂട്ട് ലോഡർ എന്ന് പറയാം. ദെൻ അതിന് ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബൂട്ട് ബൈ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ. ഓക്കെ, അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ നമ്മുടെ ഡിവൈസിലൂടെയും അല്ലാത്ത നെറ്റ്വർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, OS ലോഡ് ചെയ്ത് കയറ്റാനായിട്ട് പറ്റും. അപ്പൊ ആ സമയത്ത് യൂസ് ചെയ്തിരിക്കുന്നതാണ് നെറ്റ്വർക്ക് ബൂട്ട് ലോഡർ എന്ന് പറയുന്നത്. അപ്പൊ അത് റിമോട്ട് ഡിവൈസിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ലോഡിംഗ് നടത്തുക. അപ്പൊ അതിന് എക്സാമ്പിൾ PXCയും IPXC ഒക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ,
അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനേബിൾസ് നെറ്റ്വർക്ക് ബൂട്ടിംഗ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അത് കൂടാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ബൂട്ട് ലോഡർ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് പറയുന്ന പേരാണ് കസ്റ്റം ബൂട്ട് ലോഡർ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് യൂസർ ഡിഫൈൻഡ് ബൂട്ട് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പറയുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ ബൂട്ടിംഗ് നടക്കുക. അപ്പൊ അത്രത്തോളം നോളജ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കസ്റ്റം ബൂട്ട് ലോഡർ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് കസ്റ്റമറുടെ എൻവയോൺമെന്റ്സിലായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ആൻഡ്രോയിഡ് ബൂട്ട് ലോഡർ അതിനൊരു എക്സാമ്പിൾ ആണ്. ദെൻ ഒരു പർട്ടിക്കുലർ നീഡിന് ആവശ്യമായിട്ട് അല്ലെങ്കിൽ നീഡിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ബൂട്ട് ലോഡറിന് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. ഇവിടുന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പിലാണ് ബൂട്ട് ലോഡർ അവൈലബിൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രൈമറി, സെക്കൻഡറി, നെറ്റ്വർക്ക്, അതിനൊക്കെ എന്താണ് കസ്റ്റം ബൂട്ട് ലോഡർ ആണ്. അപ്പൊ അതിനകത്ത് സെക്കൻഡറി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സെക്കൻഡറി ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരായിരിക്കും അത് ലോഡ് ചെയ്യുന്നത്? പ്രൈമറി ആയിരിക്കും എന്ത് ചെയ്യുന്നത് ലോഡ് ചെയ്യുന്നത്. ദെൻ നെറ്റ്വർക്കിൽ ബൂട്ട് ലോഡിംഗ് ആണ് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ആ സമയത്ത് യൂസ് ചെയ്യുന്ന ബൂട്ട് ലോഡറിനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് നെറ്റ്വർക്ക് ബൂട്ട് ലോഡർ എന്ന് പറയും. ദെൻ നമുക്ക് ഓൺ ബൂട്ട് ലോഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനെ പറയുന്ന പേരാണെന്ന് പറയാം കസ്റ്റം ബൂട്ട് ലോഡർ എന്ന് പറയും. അപ്പൊ ഇതാണ് നമ്മുടെ ബൂട്ട് ലോഡർ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഓക്കെ, അപ്പൊ അതിനകത്ത് അടുത്തത് ഡിസ്ക് ഫോർമാറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ ഫോർമാറ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പൊ ഫോർമാറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ USB ഫോർമാറ്റ് ചെയ്യാറുണ്ട്, നമ്മുടെ ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ചെയ്യാറുണ്ട്, അല്ലെ, നമ്മുടെ ഫോൺ, അങ്ങനെയുള്ള എല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫോർമാറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഫോർമാറ്റിംഗിന് ഡിഫറെന്റ് ടൈപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഫോർമാറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാറ്റ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡിവൈസിനകത്ത് ഡാറ്റ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, അല്ലെങ്കിൽ എന്താണ് ഒന്ന് പുതിയ ഒരെണ്ണത്തിനെ ലോഡ് ചെയ്ത് കയറ്റണം. ചിലപ്പോൾ വോയിസ് ആയിരിക്കാം, ചിലപ്പോൾ എന്താണ് ഈ പറയുന്നതൊക്കെ തന്നെ സ്പേസിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ആ സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിനെ പറയുന്ന പറയാ ഫോർമാറ്റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിസ്ക് ഫോർമാറ്റിംഗ് എന്ന് പറയാം. അപ്പൊ ഡിസ്ക് ഫോർമാറ്റിംഗ് ഈസ് എ പ്രോസസ് ടു കോൺഫിഗർ ദ ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ് സച്ച് as ഹാർഡ് ഡ്രൈവ്, ഫ്ലോപ്പി ഡിസ്ക്, ഫ്ലാഷ് ഡ്രൈവ് when we are going to use them for the very first time or we can use say initial usage. അപ്പൊ രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഫസ്റ്റ് വൺ, നമ്മൾ ആദ്യമായിട്ട് ഒരു ഡിവൈസ് വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരാറുണ്ട്, ഫോർമാറ്റ് ചെയ്യാറ് വരുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ എന്താണ് ഈ പറയുന്നതൊക്കെ നമ്മുടെ ഇപ്പം സിസ്റ്റത്തിനകത്ത് ഓൾറെഡി OS ഉണ്ടെന്ന് നോക്കുക. അപ്പൊ ആ OS മാറ്റിയിട്ട് പുതിയൊരു OS ഇടേണ്ടി വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആ സമയത്താണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ ഇപ്പൊ USB ഒക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ വൈറസ് എഫക്ട് ചെയ്യുക. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്നതൊക്കെ തന്നെ ഫോർമാറ്റിംഗ് ചെയ്യാറായിട്ടുണ്ട്. അപ്പൊ ഫോർമാറ്റിംഗ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഫയൽസ് ഉണ്ടെങ്കിൽ അത് മിസ്സാവാനുള്ള പോസിബിലിറ്റി എല്ലാം മിസ്സാകും. അപ്പൊ അത് നോർമലി നമ്മൾ നടത്തുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 3 ലെവലാണ് നമുക്ക് ഫോർമാറ്റിങ്ങിനകത്ത്, ഡിസ്ക് ഫോർമാറ്റിനകത്ത് വരിക. ഫസ്റ്റ് ലോ ലെവൽ ഫോർമാറ്റിംഗ് വരും, പിന്നീട് പാർട്ടീഷനിങ് വരും, പിന്നീട് എന്താണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. ഇപ്പൊ ഈ 3 പ്രൊസീജിയറുകൾ ചേരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിസ്ക് ഫോർമാറ്റിംഗ് എന്ന് നോർമലി പറയാറുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്താന്ന് നോക്കാം. അപ്പൊ ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിസ്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം, ഇപ്പൊ ഇപ്പോഴത്തെ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനുഫാക്ചർ ഇത് ചെയ്തു തരും, അല്ലെ അതേസമയം മുൻകാലങ്ങളിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വരുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു ഫിസിക്കൽ ഫോർമാറ്റിംഗ് ആണ്. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ എന്താ വെച്ചാൽ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ മാർക്കിംഗ് സിലിണ്ടേഴ്സ് ആൻഡ് ട്രാക്സ് ഓഫ് ദ ബ്ലാങ്ക് ഹാർഡ് ഡിസ്ക്. അപ്പൊ നമുക്കറിയാം ഹാർഡ് ഡിസ്കിനകത്ത് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, സിലിണ്ടറുകളായിട്ടും ട്രാക്കുകളായിട്ടും സെക്ടറുകളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ സിലിണ്ടേഴ്സ് ആയിട്ടും ട്രാക്കുകളായിട്ടും എന്താണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ട്രാക്കുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത് ട്രാക്കുകൾ വരിക. അപ്പം കുറെ പ്ലാറ്റേഴ്സ് അതിനകത്ത്. അപ്പൊ പ്ലാറ്റേഴ്സിന്റെ എല്ലാം കൂടെ കോമ്പിനേഷൻ വരുമ്പോൾ ഒരു ട്രാക്കിനെ പറയുന്ന പേരാണ് സിലിണ്ടർ എന്ന് പറയാം. അപ്പൊ അത് മാർക്ക് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ലോ ലെവൽ ഫോർമാറ്റിംഗിനകത്ത് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രാക്കിനെ എന്ത് ചെയ്യണം, അഗെയിൻ ഡിവൈഡ് ചെയ്യുന്നു, എന്തായിട്ട് സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ലോ ലെവൽ ഫോർമാറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിലിണ്ടേഴ്സ്, അല്ലെങ്കിൽ ട്രാക്ക്, സിലിണ്ടർ, അതിനൊക്കെ ട്രാക്കിനുള്ളിൽ സെക്ടർ, ഇതെല്ലാം മാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ എല്ലാം എന്താണ് ലൊക്കേഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെ പറയുന്നത് എന്ന് പറയുന്നത് ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയാം. അപ്പൊ മുൻകാലങ്ങളിലായിരുന്നു ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ ഡിസ്ക് വാങ്ങുന്ന സമയത്ത് തന്നെ ഇത് ഓൾറെഡി എന്താണ് ഫോർമാറ്റഡ് ആയിട്ടായിരിക്കും, ലോ ലെവൽ ഫോർമാറ്റിംഗ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുക. ഇനിയിപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു കേസിൽ ലോ ലെവൽ ഫോർമാറ്റിംഗ് നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ ഡിസ്കിനകത്ത് നമ്മൾ ചെയ്തു നോക്കുക, നമ്മൾ വാങ്ങിയ ഒരെണ്ണത്തിനകത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് ഒരു കാരണവശാലും ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. കാര്യം ഫുൾ ഡാറ്റ നമ്മൾ എന്താണ് വൈപ്പ് ചെയ്ത് പോവുകയാണ് ഇവിടെ ചെയ്യും. ഇനി രണ്ടാമത്തെ പാർട്ടീഷനിങ് വേണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തിരുന്നത് എന്തായിരുന്നു, ഈ പറയുന്നത് തന്നെ ട്രാക്ക്, സെക്ടർ, സിലിണ്ടർ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കത് ചെയ്താണ് കൈ കിട്ടുന്നത്.
ഇനി രണ്ടാമത് പറയുന്ന പേര് എന്താണെന്ന് വെച്ചാൽ പാർട്ടീഷനിങ് ആണ്. പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താണ് അതിന് ലോജിക്കൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒറിജിനലി നിങ്ങൾക്ക് ഒരു ഹാർഡ് ഡിസ്ക് ആയിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പൊ അത് മൊത്തത്തിൽ ഒരു 1 TB ആണെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ അതിന് എന്താണ് ചെറിയ ചെറിയ ലോജിക്കൽ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ടീഷൻ മീൻസ് എന്താണ് ഡിവൈഡ് ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ്. അപ്പൊ അത് പക്ഷെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഫിസിക്കലി അല്ല ഡിവൈഡ് ചെയ്യുന്നത്, ലോജിക്കലി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഡിസ്ക് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു കോഴ്സ് ഇപ്പൊ ഒരു OSന്റെ ഏതെങ്കിലും ഒരു ഫയല് കറപ്റ്റഡ് ആയി നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യും, ഒരു എൻ്റയർ ഡിസ്കിനെ തന്നെ എന്താണ് അത് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതേസമയം നമ്മളിങ്ങനെ പാർട്ടീഷൻസ് ആയിട്ട് വെക്കുക CD എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് സിക്കകത്താണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ OS സ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ആ OSനകത്ത് എന്തെങ്കിലും ഒരു ഫയലിനകത്ത് ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പാർട്ടീഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത് അത് കറക്റ്റ് ചെയ്ത് വെക്കാതെ മറ്റ് പാർട്ടീഷൻ എന്ത് ചെയ്യത്തില്ല, അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇതാണ് പാർട്ടീഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ലോ ലെവൽ ഫോർമാറ്റിംഗ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഈ പറയുന്ന നമ്മുടെ ഡിസ്കിനെ നമ്മൾ എന്താണ് ലോജിക്കലി ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ലോജിക്കലി ഡിവൈഡ് ചെയ്യുന്ന പാർട്ടിലെ പറയുന്നവരാണ് എന്താ പറയുക, ഈ പറയുന്ന പാർട്ടീഷൻ എന്ന് പറയാം. പ്രൊസീജിയറിനെ പറയുന്നവരാണ് പാർട്ടീഷനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹൈ ലെവൽ ഫോർമാറ്റിംഗ് ആണ്. അപ്പൊ ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താണ് ഈ പറയുന്നത് തന്നെ അതിനകത്തേക്ക് ഒരു ഫയൽ സിസ്റ്റം റൈറ്റ് ചെയ്ത് കൊടുക്കുക. മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫയൽ സിസ്റ്റം ആണ് NTFS എന്ന് പറയുന്നത്. അത് ഹാർഡ് ഡിസ്കിന്റെ കേസിൽ അതൊക്കെ ആയിരിക്കും നമ്മൾ വെക്കുക. അതേസമയം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇപ്പം USB ഒക്കെ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും, ഫാറ്റ് ആയിരിക്കും. നിങ്ങൾ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് അല്ലെ ഡിസ്കിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് കൊടുക്കുമ്പോൾ അവർ അവിടെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ചൂസ് ചെയ്യുന്നത് NTFS ആണോ അല്ലെ, അല്ലാന്നുണ്ടെങ്കിൽ ഫാറ്റ് ആണോ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അത് ഫയൽ സിസ്റ്റം ഈ പറയുന്ന NTFS ഫാറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഫയൽ സിസ്റ്റംസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഫയൽ സിസ്റ്റംസ് നമ്മൾ എന്താണ് ആ ഒരു പർട്ടിക്കുലർ പാർട്ടീഷനകത്തേക്ക് നമ്മൾ എന്താണ് റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്കിനകത്തേക്ക് നമ്മൾ എന്താണ് റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് ഫയൽസ് ഒക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഈ പർട്ടിക്കുലർ ഫയൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഹൈ ലെവൽ ഫോർമാറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ഓൺ എ ഫയൽ സിസ്റ്റം, ക്ലസ്റ്റർ സൈസ്, പാർട്ടീഷൻ ലേബൽ ആൻഡ് സോൺ ഫോർ എ ന്യൂലി ക്രിയേറ്റഡ് പാർട്ടീഷൻ വോളിയം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ പാർട്ടീഷൻ നമുക്ക് എന്താണ് ഒരു ലേബൽ മീൻസ് CDE എന്നൊക്കെ നമ്മൾ കൊടുക്കാറില്ല. അപ്പൊ അതൊക്കെ കൊടുക്കുന്നതൊക്കെ എന്താണ് ഈ പറയുന്ന ഹൈ ലെവൽ ഫോർമാറ്റിംഗിലായിരിക്കും. മറ്റേതിൽ ലോ ലെവൽ ആകുമ്പോൾ എൻറ്റയർലി നമ്മൾ അങ്ങനെ എന്താണ് ഈ പറയുന്നത് ഇറേസ് ചെയ്ത് കളയുക, വൈറ്റ് ചെയ്ത് കളയുക എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ എന്താണ് ഈ പറയുന്ന പാർട്ടീഷന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർമാറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മറ്റേടത്ത് അങ്ങനെയല്ല, എൻ്റയർ ഡിസ്ക് മൊത്തത്തിലായിരിക്കും ചെയ്യുന്നത് ഈ പറയുന്നത് ഫോർമാറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ഫോർമാറ്റിംഗ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് ഇതാണ് പാർട്ടീഷനിങ് ആണ്. പാർട്ടീഷനിങ് അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് പാർട്ടീഷനിങ് എന്നുള്ളത്. പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ലോജിക്കലി നമ്മളൊരു എൻ്റയർ ഫിസിക്കൽ ഡ്രൈവിനെ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുന്നതിന് പറയുന്നത് പാർട്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഹാർഡ് ഡിസ്കിനെ നമ്മൾ എന്താണ് ഇപ്പൊ സാധാരണ നിങ്ങളൊക്കെ സിസ്റ്റം ആകുന്ന സമയത്ത് അതിനകത്ത് ഒരു ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ ഒരു SSD മാത്രമായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. പക്ഷെ നിങ്ങളകത്ത് എന്താണ് C ഡ്രൈവ്, D ഡ്രൈവ്, E ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞത് കാണില്ല. അപ്പൊ ഈ CDE എന്നൊക്കെയുള്ള എന്താണ് ആ ഒറിജിനൽ ഡിസ്കിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ് ലോജിക്കലായിട്ട് സബ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഓരോ പാർട്ടുകളെ പറഞ്ഞിട്ടാണ് എന്താ പറയുന്നത് പാർട്ടീഷൻസ് എന്നായിരിക്കും നമ്മൾ പറയാം. അപ്പൊ അതിനകത്ത് OS ലോഡ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടീഷൻ കാണും. പിന്നെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു പാർട്ടീഷൻസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം പാർട്ടീഷനിങ് എന്താണെന്ന് വെച്ചാൽ ഡിസ്ക് പാർട്ടീഷനിങ് മറ്റൊരു പേരാണെന്ന് പറയുന്നത് ഡിസ്ക് സ്ലൈസിംഗ് എന്ന് പറയാം. ഇസ് ദ ക്രിയേഷൻ ഓഫ് 1 or more regions ഓൺ സെക്കൻഡറി സ്റ്റോറേജ്. സെക്കൻഡറി സ്റ്റോറേജ് ഹാർഡ് ഡിസ്ക് അതേതൊക്കെ തന്നെ SSD പറയുന്നതാണ് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയാം. സോ ദാറ്റ് ഈച്ച് റീജിയൻ ക്യാൻ ബി മാനേജ്ഡ് സെപ്പറേറ്റ്ലി. ദീസ് റീജിയൻസ് ആർ കോൾഡ് പാർട്ടീഷൻസ്. അപ്പൊ ഇവിടെ എന്താ സെക്കൻഡറി സ്റ്റോറേജിനകത്ത് എന്തിനാണ് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. ദെൻ ഓരോ പാർട്ടുകളും നമുക്ക് എന്താണ് ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഞാൻ നേരത്തെ ഇതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞത്. അപ്പം ഏതെങ്കിലും ഒരു എന്താണ് പറയുക പാർട്ടീഷനകത്ത് മാത്രമാണ് ഇഷ്യൂസ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ പാർട്ടീഷൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കറക്റ്റ് ചെയ്താൽ മതി. മറ്റ് പാർട്ടീഷനിലേക്ക് എന്ത് ചെയ്യത്തില്ല, അഫക്ട് ചെയ്യത്തില്ല എന്നതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇവിടെ നിങ്ങൾ എക്സാമ്പിൾ കാണാനായിട്ട് പറ്റും. ഇതൊരു എൻ്റയർ ഹാർഡ് ഡിസ്ക് ആണ്. അതിന് എന്താണ് 3 പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അത് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ കാണുന്ന ഈ ഒരു വ്യൂവിലായിരിക്കും ഇവിടെ വരുന്നത്. ഫസ്റ്റ് ഒരു C എന്ന് പറയുന്നത്, പിന്നീട് എന്താണ് DE അങ്ങനെ നമുക്ക് എന്താണ് പറയുന്നത് സെപ്പറേറ്റ് പാർട്ടീഷൻസ് കാണും. ഇനി നമ്മളിപ്പോ ഏതെങ്കിലും ഒരു USB അല്ലാന്നുണ്ടെങ്കിൽ ഒരു
DVD ഒക്കെ നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്താണ് അതൊരു പുതിയ പാർട്ടീഷനായിട്ടായിരിക്കും നമുക്ക് എന്ത് തോന്നുന്നത് ആഡ് ആയത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിനകത്ത് C ഡ്രൈവ് ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, F ഉണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പുതിയത് ആഡ് ചെയ്ത് വരുമ്പോൾ G ആയിട്ടോ H ആയിട്ടോ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, പുതിയ പേരിട്ടായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പർട്ടിക്കുലർ ഡ്രൈവ് നമുക്ക് അവിടെ വരിക. ഇനി പാർട്ടീഷൻ തന്നെ മെയിൻലി നമുക്ക് 3 ടൈപ്പിലാണ് വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് വെച്ചാൽ പ്രൈമറി പാർട്ടീഷൻ ആണ്, സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ എക്സ്റ്റൻഡ് പാർട്ടീഷൻ ആണ്, തേർഡ് വൺ നമ്മൾ പറയുന്ന പേരാണ് ലോജിക്കൽ പാർട്ടീഷൻ ഉണ്ടായി. ഓക്കെ, അപ്പൊ പ്രൈമറി പാർട്ടീഷൻ എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. OS സ്റ്റോർ ചെയ്തിരിക്കുന്ന പാർട്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് പ്രൈമറി പാർട്ടീഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ ഇത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 ഡിസ്കുകൾ കാണാൻ പറ്റും, ഡിസ്ക് 0യും ഡിസ്ക് 1ഉം. ഡിസ്ക് 0യുടെ ടോട്ടൽ സൈസ് 32 GB ആണ്. ഡിസ്ക് 1ന്റെ ടോട്ടൽ സൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 GB ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഡിസ്ക് 0യെ ഞാൻ എന്താണ് 4 പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. C പാർട്ടീഷൻ, E പാർട്ടീഷൻ, G പാർട്ടീഷൻ. ഇതിന് പേര് അസൈൻ ചെയ്തിട്ടില്ല. ആ പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് അൺഅലോക്കേറ്റഡ് എന്ന് പറയുന്നത്. ആർക്കും ചെയ്തിട്ടില്ല, അലോക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ നമുക്ക് അവിടെ ഡയറക്റ്റ് ആക്സസ് കിട്ടത്തില്ല. ഇനി ഡിസ്ക് 1ന് Jയും Kയും ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു 1.83 എന്തുണ്ട് ഫ്രീ സ്പേസ് അവിടെ കിടപ്പുണ്ട്. ഇനി ഇവിടെ താഴെ നിങ്ങൾക്ക് കളർ കാണാനായിട്ട് പറ്റും. ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുവാണെങ്കിൽ അത് അൺഅലോക്കേറ്റഡ് ആണ്. ബ്ലൂവിൽ കാണുവാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അതെന്താണ്, പ്രൈമറി പാർട്ടീഷൻ ആണ്. ദെൻ പ്രൈമറി പാർട്ടീഷൻ കഴിഞ്ഞ് വരുന്ന ബാക്കിയുള്ള പോർഷനാണ് നമ്മൾ നോർമലി എക്സ്റ്റൻഡ് പാർട്ടീഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഫ്രീ സ്പേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാനായിട്ട് പറ്റും. ദെൻ അടുത്ത എന്താണ് ലോജിക്കൽ ഡ്രൈവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ മെയിൻലി പാർട്ടീഷൻസ് 3 ടൈപ്പാണ് വരുന്നത്. പ്രൈമറി, അടുത്ത എക്സ്റ്റൻഡ്, അടുത്ത എന്താണ് ലോജിക്കൽ പാർട്ടീഷൻ. ഫസ്റ്റ് വൺ നമുക്ക് പ്രൈമറി പാർട്ടീഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് പ്രൈമറി പാർട്ടീഷനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈമറി പാർട്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈസ് എ പാർട്ടീഷൻ വിച്ച് ഈസ് യൂസ് ടു സേവ് ആൻഡ് ബൂട്ട് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്തിരിക്കുന്ന പാർട്ടീഷൻ നമ്മൾ പറയുന്നതാണ് എന്താ പറയുക, പ്രൈമറി പാർട്ടീഷൻ എന്ന് പറയും. അപ്പൊ അതിനകത്തായിരിക്കും എന്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, OS സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ചില കേസിലാണെങ്കിൽ മൾട്ടിപ്പിൾ OSകൾ നമുക്ക് മൾട്ടിപ്പിൾ പാർട്ടീഷനകത്ത് OS കാണും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Cയിൽ OS ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ Dയിൽ നമുക്ക് എന്താണ് OS കാണും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണ് പ്രൈമറി പാർട്ടീഷൻ ആണ്. പക്ഷെ ഇതിനകത്ത് ഒരാൾ മാത്രമായിരിക്കും എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ആക്റ്റീവ് പാർട്ടീഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അയാളിൽ നിന്നുള്ള OS ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ ലോഡ് ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യൂഷ്വലി ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ എ പ്രൈമറി പാർട്ടീഷൻ വിച്ച് ക്യാൻ ബി സെറ്റ് ആക്റ്റീവ് so that the computer can locate the operating system that needs starting. അപ്പൊ ആ ഒരു OS നമുക്ക് ലോഡ് ചെയ്യാനുള്ള OS സ്റ്റോർ ചെയ്തിരിക്കുന്ന പാർട്ടീഷൻ ആണ്. ഫോർ എക്സാമ്പിൾ C ആണ് ആക്റ്റീവ് പാർട്ടീഷൻ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് OS ആയിരിക്കും ലോഡ് ചെയ്യുന്നത്. അപ്പൊ D ആണെന്നുണ്ടെങ്കിൽ D ആയിരിക്കും നമുക്ക് എന്താ Dയിൽ നിന്നുള്ള OS ആയിരിക്കും ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് ആക്റ്റീവ് അത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് യു ഹാവ് മോർ ദാൻ 1 പ്രൈമറി പാർട്ടീഷൻ ഓൺ യുവർ ഹാർഡ് ഡിസ്ക് ഓൺലി വൺ ഓഫ് ദം ക്യാൻ ബി വിസിബിൾ ആൻഡ് ആക്റ്റീവ് അറ്റ് എ ടൈം. അപ്പം അറ്റ് എ ടൈം ഒരാൾ മാത്രമായിരിക്കും ആക്റ്റീവ് ആയിട്ട് കാണുക. ബാക്കിയുള്ള ആൾക്കാരെല്ലാം എന്താണ് ഈ പറയുന്നത് തന്നെ എക്സ്റ്റൻഡോ അല്ലെന്നുണ്ടെങ്കിൽ ലോജിക്കൽ പാർട്ടീഷൻസ് ആയിട്ടായിരിക്കും ആക്റ്റീവ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത് ദിസ് ആക്റ്റീവ് പാർട്ടീഷൻ ഈസ് ദ പാർട്ടീഷൻ ഫ്രം വിച്ച് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ബൂട്ടഡ് ആൻഡ് കമ്പ്യൂട്ടർ സ്റ്റാർട്ടപ്പ്. അപ്പം മാക്സിമം നമുക്കൊരു 4 പ്രൈമറി പാർട്ടീഷൻസ് മാത്രമേ എവിടെ പറ്റുള്ളൂ, ഈ പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ 4 പ്രൈമറി പറ്റും. ഓക്കെ, ഒരു സിസ്റ്റത്തിനകത്ത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് അത് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ, എത്ര പ്രൈമറി പാർട്ടീഷൻ ആണ് ഒരു സിസ്റ്റത്തിൽ നമുക്ക് മാക്സിമം പറ്റുക എന്നുള്ളത്. അതിന്റെ ആൻസർ എത്രയാണ്, 4 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, 3 പ്രൈമറി പ്ലസ് 1 എക്സ്റ്റൻഡ്. ഈ ഒരു കോൺഫിഗറേഷൻ എടുക്കാൻ പറ്റും. അപ്പൊ ഒന്നുകിൽ 4 പ്രൈമറി പാർട്ടീഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് 3 പ്രൈമറി 1 എക്സ്റ്റൻഡ്. അപ്പൊ എക്സ്റ്റൻഡ് ഞാൻ പറയുമ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഓക്കെ, അപ്പൊ പ്രൈമറി പാർട്ടീഷന്റെ പ്രത്യേകത OS സ്റ്റോർ ചെയ്തിരിക്കുന്ന പാർട്ടീഷൻ നമ്മൾ പറയുന്നതാണ് പ്രൈമറി പാർട്ടീഷൻ എന്ന് പറയാം. അപ്പൊ ചിലപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെ മൾട്ടിപ്പിൾ പ്രൈമറി പാർട്ടീഷൻസ് കാണും. ഓക്കെ, പക്ഷെ അതിനകത്ത് നിന്ന് ഒരാളെ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് നമ്മൾ ആക്റ്റീവ് പാർട്ടീഷനായിട്ട് എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ കാണാൻ പറ്റുന്ന ഇതിനകത്ത് തന്നെ നിങ്ങൾ നോക്കിയാൽ ഇത് പ്രൈമറി പാർട്ടീഷൻ ആണ്, ഇത് എന്ത് തന്നെയാണ് പ്രൈമറി പാർട്ടീഷൻ തന്നെയാണ്. പക്ഷേ ഇതിനകത്തുനിന്ന് ഏതാണ് ഈ പറയുന്ന ഏതാണ് ആക്റ്റീവ് അതിൽ നിന്നുള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ലോഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ 3 കിടപ്പുണ്ട്, 3 പ്രൈമറി പാർട്ടീഷനായിട്ട് തന്നെ നിൽക്കുന്നു.